അപ്പോഴേ രാത്രി കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഒരു വലിയ ക്വസ്റ്റ്യനാണ് നാളെ രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളത്. ഉണ്ടാക്കുന്നത് ഇവിടെ റിപ്പീറ്റ് ആയിട്ട് ഒരേ സാധനം ഉണ്ടാക്കിയാൽ ആർക്കും വേണ്ട. ഇന്നുണ്ടാക്കിയ ചായക്കടി നാളെയോ മറ്റന്നാളോ കഴിഞ്ഞു കൊടുത്താലും വേണ്ട. അങ്ങനെ ഇവിടെ ചിലവാകുന്ന ഒരു ഐറ്റമാണ് ഇതാ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പുട്ടാണെങ്കിൽ ഹസ്ബൻഡിനും ഓക്കെയാണ്, മക്കൾക്ക് എനിക്കും ഓക്കെ അല്ല. പിന്നെ ദോശയാണെങ്കിൽ അതിന് നല്ല ചട്നി തന്നെ വേണം. തേങ്ങ നാട്ടിലെ പോലെ ഇവിടെ കിട്ടാത്തതുകൊണ്ട് ചട്നി ഒന്നും പരീക്ഷിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമല്ല. വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കുക എന്നല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുത്താൽ അതത്ര സുഖമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നുള്ളത് നമ്മുടെ ഇഡ്ഡലി ദോശ. ആ ദോശയാണെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വെക്കണം. അത് ഞാൻ അധികവും സാമ്പാറുള്ളപ്പോഴാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇവനാണ് എന്നെ എപ്പോഴും രക്ഷിക്കാറുള്ളത്. ഇത് ഇന്ന് ഉണ്ടാക്കി കൊടുത്ത് നാളെ ഉണ്ടാക്കി കൊടുത്താലും ഇവിടെ ആർക്കും പരാതിയില്ല. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് വേറൊന്നുമല്ല, സംഭവം കുറച്ച് ഗോതമ്പ് പൊടിയും കുറച്ച് തേങ്ങയും ഉപ്പും വെളിച്ചെണ്ണയും കൊണ്ടുള്ള പിന്നെ കുറച്ച് വെള്ളം കൂടിയുള്ള പരിപാടിയാണെങ്കിലും ഇവിടെ ഇത് നല്ല ഓട്ടോടും. ഇതിന് പ്രത്യേകിച്ചൊരു കറിയുടെ ആവശ്യമൊന്നുമില്ല. തലേ ദിവസത്തെ മീൻകറിയോ ഇല്ല, ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പെട്ടെന്നും തട്ടിക്കൂട്ടുന്ന ഒരു റോസ്റ്റ്, ഉള്ളിയും തക്കാളി ഇട്ടിട്ടുള്ള ജസ്റ്റ് ഒരു റോസ്റ്റ്, അതാണെങ്കിൽ ഇവിടെ നന്നായിട്ട് ഓടുന്ന സാധനം. അത് നാട്ടിലാണെങ്കിൽ ഇതിനെ ഇലയെ പരത്തി എന്ന് വിളിക്കുക. കാരണം ഇത് നമ്മൾ ഇലയിൽ കൈ വെച്ച് പരത്തി ഉണ്ടാക്കും. ഇവിടെ ഇല കിട്ടാത്തതുകൊണ്ടും ഇല എപ്പോഴും കിട്ടാത്തതുകൊണ്ടും കിട്ടുകയൊക്കെ ചെയ്യും, എപ്പോഴൊന്നും നമുക്കിങ്ങനെ സുലഭമായിട്ട് ഇവിടെ ഇല കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇത് ഫോയിൽ പേപ്പറിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കാറ്. തട്ടിക്കൂട്ട് പരിപാടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല, കുറച്ച് നേരത്തെ പണിയുണ്ട്. ഇത് നാട്ടിലാണെങ്കിൽ ചിലർ പ്രസ്സിലൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങനെ കയ്യിൽ വെച്ച് പരത്തി എടുത്തിട്ട് ചുട്ടെടുക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. കനം കുറച്ചിങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കണം. അപ്പം ഈ സാധനമാണ് എന്നെ എപ്പോഴും രക്ഷിക്കാറ്. പെട്ടെന്ന് ഉണ്ടാക്കി തീരുകയും ചെയ്യും, വയറ് നിറയുകയും ചെയ്യും. ചുട്ടിങ്ങനെ വെച്ചാൽ വേഗം വേഗം മക്കളായാലും ഹസ്ബൻഡായാലും തിന്ന് തീർത്തോളും. അപ്പം ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ, സീ യു.